ഇറാന്റെ മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചു. 100ഓളം രാജ്യങ്ങളിലെ ജനപ്രതിനിധികളും ലക്ഷക്കണക്കിന് ജനങ്ങളും ടെഹ്റാനിലേക്കെത്തി. ഇമാം ഖുമൈനി ഗ്രാൻഡ് മുസല്ല പ്രാർത്ഥനാ മന്ദിരത്തിലാണ് ചടങ്ങുകൾ. US ആക്രമണത്തിൽ കൊല്ലപ്പെട്ടെന്ന് കരുതിയ IRGC കമാൻഡർ ജനറൽ അഹമ്മദ് വാഹിദിയും ചടങ്ങിനെത്തിയിട്ടുണ്ട്. സുരക്ഷാ നടപടികളുടെ ഭാഗമായി രാജ്യത്തെ എയർ സ്പേസ് അടച്ച ഇറാൻ പൊതുഗതാഗതത്തിനും കടകമ്പോളങ്ങൾ തുറക്കുന്നതിനും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അജയ് സുധാ ബിജു വിവരങ്ങളുമായി ചേരും. അജയ്, ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ചടങ്ങാണ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഇപ്പോൾ നിരവധി ജനങ്ങളാണ് ഈ പ്രാർത്ഥനാ മന്ദിരത്തേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. ആയത്തുള്ള അലി ഖമേനിയുടെ മൃതദേഹം ഉൾപ്പെടെ മൊത്തം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുടെ എല്ലാവരുടെയും മൃതദേഹങ്ങൾ അവിടെ പൊതുദർശനത്തിന് വെച്ചിട്ടുണ്ട്. അത് കാണാൻ വേണ്ടി അവിടെ ഇരമ്പി എത്തിക്കൊണ്ടിരിക്കുന്ന ജനങ്ങൾ കരഞ്ഞുകൊണ്ടാണ് പലരും അവിടേക്ക് എത്തുന്നത്. അലറി നിലവിളിക്കുന്നുണ്ട്. ഖമേനി മരിച്ചിട്ടിപ്പോൾ മാസങ്ങളായെങ്കിലും ജനങ്ങളൊന്നും വിഷമം അടക്കാൻ പറ്റാതെയാണ് ഈ പ്രാർത്ഥനാ ഹാളിലേക്ക് എത്തുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും ശ്രദ്ധേയം തന്നെയാണ്. ഇപ്പോൾ ഈ പൊതുദർശനം തുടങ്ങുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപാണ് വിദേശ രാജ്യങ്ങളിലെ പ്രതിനിധികൾ എല്ലാവരെയും കൂടി ഉൾപ്പെടുത്തി ഒരു ട്രിബ്യൂട്ട് യോഗം ആയത്തുള്ള അലി ഖമേനിക്ക് വേണ്ടി സംഘടിപ്പിച്ചത്. ഇതിൽ ഇന്ത്യയിൽ നിന്നുള്ള പ്രതിനിധികൾ കൂടി ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ വിദേശകാര്യ സഹമന്ത്രിയായിട്ടുള്ള പവിത്ര മാർഗരറ്റയും അതുപോലെ തന്നെ ബീഹാർ ഗവർണറായിട്ടുള്ള ലഫ്റ്റനന്റ് ജനറൽ സയ്യിദ് അദാ ഹസ്നൈനും ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ കോൺഗ്രസ് നേതാവായിട്ടുള്ള സൽമാൻ ഖുർഷിദ്, PDP അധ്യക്ഷ മെഹബൂബ മുഫ്തി എന്നിവരും ഇന്ത്യയിൽ നിന്ന് ഈ പ്രാർത്ഥനാ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. മറ്റ് നൂറുകണക്കിന് രാജ്യങ്ങളിലുള്ള പ്രതിനിധികളാണ് നിലവിൽ ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. മലേഷ്യ, ടുണീഷ്യ, അതുപോലെ ഖത്തർ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, തുർക്കി, ജോർജിയ, ഇറാഖ്, അതിനു പുറമെ റഷ്യ, ചൈന എന്നീ രാജ്യങ്ങളിലെ പ്രതിനിധികളും പങ്കെടുത്തിട്ടുണ്ട്. അതീവ സുരക്ഷ തന്നെയാണ് ഇറാനിൽ ഉടനീളം ഒരുക്കിയിട്ടുള്ളത്. ഇറാനിലെ എയർ സ്പേസ് എല്ലാം പൂർണ്ണമായി അടച്ചിട്ടുണ്ട്. ആഭ്യന്തര അതുപോലെ അന്താരാഷ്ട്ര സർവീസുകൾ ഒന്നും തന്നെ ഇറാന് മുകളിലൂടെ കടന്നു പോകരുത് എന്നുള്ള നിർദ്ദേശമാണുള്ളത്. പൊതുജനങ്ങളെല്ലാം കടകമ്പോളങ്ങൾ അടച്ചിട്ടിരിക്കുകയാണ്. പൊതുഗതാഗത സംവിധാനത്തിനും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ആയത്തുള്ള അലി ഖമേനിയുടെ മൃതദേഹം കാണാനെത്തുന്ന സന്ദർശകർക്ക് വേണ്ടി രാജ്യത്തുള്ള എല്ലാ സ്കൂളുകളും അടച്ചിട്ട് അവിടെ താമസ സൗകര്യം ഉൾപ്പെടെ ഒരുക്കിയിട്ടുമുണ്ട്. അജയ് സുധാ ബിജു ആണ് വിവരങ്ങൾ പങ്കുവച്ചത്.